ഭയങ്കര രസമുണ്ടായിരുന്നു. അതുമാത്രമല്ല പ്രദീപ് രംഗനാഥൻ്റെ പരിപാടികളും ഈ ആക്ഷൻസും എല്ലാം അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏതൊരു ഓഡിയൻസിനെ ഇപ്പോൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു? യൂത്തിനാണ്? എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലിയും ആയാലും ഇപ്പോൾ ജെൻസി കിഡ്സ് ആയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഡ്രാഗണും പിന്നെ ലൗട്ടിനെയും കാണുമ്പോൾ ആ ഒരു സെയിം പാറ്റേൺ ആണ്. വേറൊരു മോഡിയുള്ള പടം തോന്നുന്നു. അത് അത്രയില്ല, കുറച്ചൊരു എന്താ പറയുക, അത് പറഞ്ഞാൽ പടം സ്പോയിൽ ആയിപ്പോ, അത് പറയാൻ പറ്റില്ല. സർപ്രൈസ് അതെ 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 അത് സർപ്രൈസ് പടം ഐ മീൻ മിക്സ് ആണ്. പക്ഷേ കൂടുതലും കോമഡി ഉണ്ട്, പക്ഷേ അതനുസരിച്ച് സീരിയസ്നെസ്സും അതിനൊരു ഐ മീൻ അതിനിടയ്ക്കുണ്ട്. അത് ഭയങ്കര രസം. കാരണം നമ്മൾ ഡ്രാഗണിലാണെങ്കിലും ലൗഡിലാണെങ്കിലും അവരുടെ അഭിനയം അടിപൊളിയായിരുന്നു. ഭയങ്കര നമുക്ക് എപ്പോഴും എന്താ പറയുക, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പുള്ളിയുടെ പെയിൻ ആണെങ്കിലും ഇതാണെങ്കിലും ആ സിനിമയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കോമ്പോ അതെ അതെ അത് സമ്മതിക്കണം. ഒന്ന് അടിപൊളിയായിട്ട് വരും. ഇനി ഐ മീൻ നമുക്ക് അടുത്തൊരു പുള്ളി ഇനി ഐ മീൻ എല്ലേക്ക് വരുന്നുണ്ട്, അതിനും പ്രതീക്ഷയോട് വെച്ചാണ്. ഇതുപോലെയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റോറി അല്ല, നമ്മൾ എല്ലാം ഈ ഇതൊക്കെ കാണുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റോറി അല്ലായിരുന്നു. ഈ സ്പോയിലർ ഇല്ലാതെ പറയുകയാണെങ്കിൽ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാണ്? അതായത് ഒന്ന് അത്ഭുതപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യാരക്ടർ ഐ മീൻ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. ഓ അതിൽ ഐ മീൻ കുറെ അഭിനയിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതില്. അത് ഭയങ്കര രസമായിട്ട് ചെയ്തു. അതായത് മറ്റേ ഒരു ക്യൂട്ട്നെസ് ആണെങ്കിൽ ഇതിന്റെ ഉള്ള കുറച്ചും കൂടി ഇമോഷൻസ് ഉണ്ട്. അത് ഒത്തിരി ഫാമിലിക്കാർക്കും നമുക്ക് എനിക്ക് തോന്നുന്നു ഗേൾസിനൊക്കെ അത്യാവശ്യം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഗേൾസിന്റെ ഇഷ്യൂസ് കൂടുതലായിട്ട് സംസാരിക്കുന്നു. അതായത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടിറങ്ങിയപ്പോൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇഷ്ടപ്പെട്ടു. തമിഴ് പടം ആ ഒരു രീതിക്ക് തന്നെ കാണാം. പിന്നെ മമിത ബൈജു കൊള്ളാം. പിന്നെ ആളുടെ പഴയ സിനിമ മുമ്പത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ലോയാണ്. എന്നാൽ കാണാം. മിക്സ്ഡാണ് പടം. ഇമോഷണലി കണക്റ്റ് ആവും. ചില ഭാഗങ്ങൾ കണക്റ്റ് ആവില്ല, ചില ഭാഗങ്ങൾ കണക്റ്റ് ആവും. അങ്ങനെ പറയാം. കൊള്ളാം, നല്ലൊരു സിനിമ കണ്ടിരിക്കാം. നല്ലോണം പടം തന്നെ. പ്രദീപിൻ്റെ സ്ഥിരം ഇത് തന്നെ സൂപ്പർ ഹിറ്റ് മൂവി തന്നെയാണ്. പിന്നെ മമിത ബൈജുയുടെ സത് കുമാറിൻ്റെ ഒക്കെ ആക്ടിങ് സെറ്റായിരുന്നു. പടം ഒക്കെ എൻ്റർടൈൻമെൻ്റ് ആണ്. ട്രാഗണിലും കൊള്ളാം. എന്നുവെച്ചാൽ അതിൽ നല്ല മേക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ ശരത് കുമാർ നല്ലൊരു വെടിക്കെട്ട് റോള് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോമഡി ടച്ച് ഒരു വില്ലൻ ചെയ്തിട്ടുണ്ട്. നല്ല പടം. പോലെ തന്നെ ഒരു പാനിന്ത്യൻ പടം തന്നെയാവും. കുഴപ്പമില്ല. മമിതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മമിതേനെ ഇനി കേരളത്തിൽ കിട്ടിയ നയൻതാര പോലെ വേറെ ഭാഷയിലേക്ക് പോവുള്ളൂ. ഓക്കെ, ഇത്രയാണ്. നല്ല കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ത്രൂഔട്ട് കോമഡി ആയിട്ട് തോന്നി പടം. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. മമിത ബൈജുവിൻ്റെ ആക്ടിങ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു നല്ല മൊത്തത്തിൽ കൊള്ളാം. നല്ല ഇതായിട്ടുണ്ട്. യൂത്തിനാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്? ഫാമിലി ഓഡിയൻസിനാണ്? യൂത്തിനാണ് ഫാമിലി ഓഡിയൻസ്? മൊത്തത്തിൽ കൊള്ളാം. നമുക്കൊരു ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാനുള്ള ഇതുണ്ട്, വർക്കുണ്ട് അതിനകത്ത്. നമുക്ക് യൂത്തിനും ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഫാമിലിക്കും വരാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുള്ളിക്കാരൻ്റെ പല സിനിമയിലും ധനുഷിൻ്റെ മാൻഡ്രസും ചെറുതായിട്ട് തോന്നിയിട്ടില്ല. അതുണ്ട്. അത് പൊതുവെ പുള്ളിയുടെ ലവ് ടുഡേയൊക്കെ പോലെ അതേപോലെ ഒരു പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പുള്ളി ചെയ്യുന്ന എല്ലാ പടവും അതേപോലെയാണ് ചെയ്യുന്ന. ആ ഒരു മാൻഡ്രസ് ഇതിനകത്തും പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് വർക്കായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വർക്കായിട്ടുണ്ട്. ആർക്കും ബോറടിക്കില്ല. നല്ല കോമഡി നമുക്ക് വർക്കായിട്ടുണ്ട്. എല്ലാം മൊത്തത്തിൽ കൊള്ളാം. ലവ് സീൻസും വർക്കായിട്ടുണ്ട്. ആദ്യം കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നിയെങ്കിലും അത് സ്റ്റോറീൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയുള്ള ടൈം എടുക്കും. ആദ്യത്തെ ഒരു അരമണിക്കൂർ നമുക്കൊരു ക്രിഞ്ച് പോലെയൊക്കെ തോന്നും. എങ്കിലും പിന്നീട് സ്റ്റോറിക്കുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്കത് കണക്റ്റ് ആവുന്നുണ്ട്. സ്റ്റോറിയായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സീനില്ല. നല്ല എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാം. അതെ അതെ, കൊള്ളാം. ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. അയ്യോ, പുള്ളിയാണ് കുറേ സ്കോർ ചെയ്തത്. അതില് പുള്ളി നൈസായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പരിപാടികളായിരുന്നു. ഉറപ്പായിട്ടും. എന്തോ ഹിറ്റാവും. ഓൾറെഡി മമിത പാൻ ഇന്ത്യൻ സ്റ്റാർ ആണെങ്കിൽ